ആവിയിൽ വേവിച്ചെടുക്കുന്ന വെറും 3 ചേരുവകൾ കൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി ശ്രീലങ്കൻ മധുര കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒരു 3/4 കപ്പ് വേണം. പിന്നെ വേണ്ടത് 3/4 കപ്പ് പൊടിച്ച ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയ്ക്ക് പകരം ശരിക്കും ഇതിലേക്ക് കരിപ്പട്ടി ഉണ്ടെങ്കിൽ അതാട്ടോ എടുക്കുക, അതെടുത്താലും മതി. അപ്പോൾ 3/4 കപ്പ് എന്ന് പറഞ്ഞത് ഒരു 125 ഗ്രാം ഉണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് ആ ഒരു ശർക്കര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം അതിലേക്ക് 3 മുട്ട ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ 3 മുട്ടയും ഇതിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 2 നുള്ളു ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് ഒരു മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതിലാണോ ഇത് ആവിക്ക് വേവിക്കുന്നത് ആ ഒരു ട്രേ എടുക്കാം. അത് നെയ്യ് പുരട്ടിയിട്ട് എടുക്കണം കേട്ടോ. അതിന് ചുറ്റും നെയ്യ് പുരട്ടിയിട്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചിട്ടെടുക്കാം. ആ ഏലക്കായുടെ പൊടിയും ശർക്കരയിലെ കല്ലുമുള്ളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ആവി പുറത്തേക്ക് പോകാത്ത രീതിയിലുള്ള ലിഡ് വെച്ചിട്ടോ അടച്ചു വെക്കുക കേട്ടോ ആ ഒരു ട്രേ. എന്നിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 മിനിറ്റ് കുക്കാക്കി എടുക്കുക കേട്ടോ. 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ടാവും. എന്നിട്ടൊരു കത്തിയോ ഫോർക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ചൂടോട് കൂടെ ഡിമോൾഡ് ചെയ്തെടുക്കരുത്, അപ്പോൾ ശരിക്കും കിട്ടൂല. എന്നിട്ട് ചൂടാറിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നല്ല അലിഞ്ഞു പോകുന്ന രീതിയിൽ അത്രയും സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരം. കണ്ട ഒരു പുഡിങ് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് തണുപ്പിച്ച് പുഡിങ് പോലെയും കഴിക്കാം, അല്ലാതെയും കഴിക്കാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയോ? എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. വറ്റലപ്പമാണ് കേട്ടോ. ഒരു ശ്രീലങ്കൻ റെസിപ്പിയാണ്. വറ്റലപ്പം എന്നാണ് ഇതിന് പേര് പറയുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.